ഹായ് സുഹൃത്തുക്കളെ, അപ്പം കേരള ക്രൈം ഫയൽസ് 2 ഈ ഒരു വെബ് സീരീസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് കണ്ടേ, അതിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അജു വർഗീസ് ആയിരുന്നു നായകനായിട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് മെയിനായിട്ട് വില്ലനായിട്ടും വന്നിരിക്കുന്നത് നമ്മുടെ കുമ്പളങ്ങിയിൽ അഭിനയിച്ച ആ പുള്ളിയായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഒരു ഒരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെബ് സീരീസ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത് ലാല്, പിന്നെ ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുണ്ട്, ഹരിശ്രീ അശോകൻ, അർജുൻ രാധാകൃഷ്ണനാണ് ഈ ഒരു വെബ് സീരീസിൽ ഈ കേരള ക്രൈം ഫയൽസ് സീസൺ 2 പ്രധാന നായകനായിട്ട് വന്നിട്ടുള്ള പുള്ളിയാണ് കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിയെ മെയിൻ ഹീറോ ആയിട്ട് വന്നിട്ടുള്ള ഈ വെബ് സീരീസിൽ. അപ്പോൾ ഈ വെബ് സീരീസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീരം, അതിനപ്പുറം എനിക്ക് പറയാനില്ല. ഗംഭീരം ഒരു വെബ് സീരീസ് ആയിരുന്നു ഇത്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ, അതായത് മനസ്സിലായില്ല, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടറാണ്. CPO അമ്പിളി എന്നാണ് ഈ വെബ് സീരീസിൽ പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയെ തുടക്കത്തിൽ തന്നെ കാണാതെ പോകുന്നു. അതിനുശേഷം അവിടെ ഒരു ടീം രൂപീകരിക്കുന്നു, പുള്ളിയെ അന്വേഷിച്ച് പോകുമ്പോൾ പുള്ളി കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ചുറ്റും എന്തെല്ലാം പരിപാടികൾ നടന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓരോന്നിങ്ങനെ ഓപ്പണായി വന്നതിന് ശേഷം അത് വേറെ രീതിയിലോട്ട് പോവാണ്. അപ്പോൾ ഈ മനസ്സിലായില്ല, അതായത് ഈ ഒരു കഥയിൽ നടന്ന സംഭവം വേറെ ആരുമായിട്ടാണ് ഈ സംഭവം നടന്നത്. അപ്പം അത് ഈ പോലീസിനുള്ളിലുള്ള ഒരാൾ ചെയ്തതാണോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാൾ ചെയ്തതാണോ എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അപ്പം ട്വിസ്റ്റൊക്കെ ഉണ്ട്. എന്തോ ഒരു 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 നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. കാരണം ഫസ്റ്റ് പാർട്ടിൻ്റെ പോലെ അത്രയും നമുക്ക് ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്രിപ്പായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്തിരുന്ന ക്ലൈമാക്സ് വരെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതിനൊപ്പം തന്നെ നിൽക്കും. കാരണം ഇതിനകത്ത് ഇച്ചിരി ഇമോഷണൽ കൂടുതലായിരുന്നു. നമുക്ക് ചില കാര്യങ്ങളോട് നമുക്ക് കൂടുതൽ അടുപ്പമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ചിലപ്പം അതൊരു പക്ഷികളോടാവാം, മൃഗങ്ങളോടാവാം, അല്ലെങ്കിൽ കൂടെയുള്ളൊരു മനുഷ്യരോടാവാം, ഒരു ഇച്ചിരി ഇമോഷണലി കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ കൊടുത്ത് ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. ആ ഇമോഷൻസ് പലർക്കും ബ്രേക്ക് ആവുന്ന സമയത്ത് അവരല്ലാതായി മാറും. അപ്പോൾ അവരത് വേറെ രീതിയിലൊക്കെ ചിലപ്പം റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേനും അത് പല ക്രൈമിലോട്ട് പോയി ചാടും. അപ്പോൾ ഇതും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ സ്പോയിലർ ആക്കുന്നില്ല, കാരണം ഇത് കാണാത്ത ആൾക്കാർ കാണും. എൻ്റെ ഈ റിവ്യൂ കണ്ടിട്ട് ഇത് കാണുന്നവരും കാണും. ഒരാളെങ്കിലും എൻ്റെ ഈ റിവ്യൂ കണ്ടിട്ട് ആ വെബ് സീരീസ് എടുത്ത് കാണുവാണെങ്കിൽ എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഈ വീഡിയോ ഇടുന്നതിനുള്ള അർത്ഥം അതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം കണ്ടിട്ട് ഒരാൾ അത് ഡൗൺലോഡ് ചെയ്ത് കാണുമ്പോൾ അതൊരു എനിക്ക് വലിയൊരു കാര്യം തന്നെയാണത്. അപ്പം ഹരിശ്രീ അശോകൻ, നമ്മൾ കണ്ടിട്ടുള്ള ഹരിശ്രീ അശോകനെ അല്ല ഈ വെബ് സീരീസിൽ. കംപ്ലീറ്റ് ആയിട്ട് പുള്ളി പണ്ടത്തെ ഹരിശ്രീ അശോകനെ അല്ല ഇപ്പോൾ ഉള്ള സിനിമകളിൽ പുള്ളി കൂടുതൽ. അങ്ങനെ ഇന്ദ്രൻസ് തന്നെ പണ്ടത്തെ ഇന്ദ്രൻസേ അല്ല. അപ്പം ഈ ഇന്ദ്രൻസും ഹരിശ്രീ അശോകനും ഇതിനകത്ത് ഗംഭീര റോളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാൽ അറിയാലോ, പുള്ളി എപ്പോഴും ഒരുപോലെ തന്നെ ഇഷ്ടംപോലെ റോളുകൾ പുള്ളിക്ക് തമിഴിലും മലയാളത്തിലൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാം ഒരുപോലെ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. പിന്നെ സംസാരിക്കുന്ന പലതും നമ്മൾ റിപ്പീറ്റ് അടിച്ച് ഒന്നുകൂടെ കേൾക്കേണ്ടി വരും, മനസ്സിലാവത്തില്ല. അത് തമിഴിനകത്തങ്ങനാണെങ്കിൽ ഒട്ടും മനസ്സിലാവത്തില്ല ലാൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാലും നല്ല കിടിലൊരു വെബ് സീരീസാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.